നമസ്കാരം. നിങ്ങളുടെ ബിസിനസ് സ്മാർട്ടായി വളർത്താൻ സഹായിക്കുന്ന ഒരൊറ്റ നമ്പറിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മാർക്കറ്റിംഗ് എത്രത്തോളം ഫലപ്രദമാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മാന്ത്രിക താക്കോലാണിത്. ഏതൊരു ബിസിനസ് ഉടമയും സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്, അല്ലേ? നമ്മൾ മാർക്കറ്റിംഗിനായി ഇത്രയധികം പണം ചിലവഴിക്കുന്നുണ്ട്. അത് ശരിക്കും പുതിയ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുന്നുണ്ടോ, അതോ വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലെ ആവുകയാണോ? ആ വലിയ ചോദ്യത്തിനുള്ള ഉത്തരം അത് ഒരൊറ്റ സംഖ്യയിലുണ്ട്. അതാണ് കസ്റ്റമർ ആക്വിസിഷൻ കോസ്റ്റ്. നമ്മൾ ചുരുക്കി CAC എന്ന് പറയും. ഇതൊരു വെറും കണക്കല്ല, നിങ്ങളുടെ ബിസിനസിന്റെ ഹൃദയമിടിപ്പ് അറിയാനുള്ള ഒരു വഴിയാണ്. അപ്പോ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഈ CAC എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കും. പിന്നെ കിട്ടിയ നമ്പർ നല്ലതാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം. അതിനുശേഷം ഈ ചെലവ് കുറയ്ക്കാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യും. അവസാനം ഒരു സുസ്ഥിരമായ വളർച്ചയ്ക്ക് വേണ്ടി ഇതെങ്ങനെ ട്രാക്ക് ചെയ്യാമെന്നും നോക്കാം. ശരി, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ കസ്റ്റമർ കോസ്റ്റ് എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഇതൊരു വലിയ രഹസ്യമൊന്നുമല്ല, വളരെ ലളിതമായൊരു കണക്കാണ്. അപ്പോൾ എന്താണ് ഈ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്? വളരെ സിമ്പിളായി പറഞ്ഞാൽ, പണം തരുന്ന ഒരു പുതിയ കസ്റ്റമറെ കിട്ടാൻ വേണ്ടി നിങ്ങളുടെ സെയിൽസ്, മാർക്കറ്റിംഗ് ടീമുകൾ ചെലവാക്കുന്ന മൊത്തം തുക. ഇതിൽ പരസ്യത്തിന്റെ പണം മാത്രമല്ല, ജീവനക്കാരുടെ ശമ്പളം, ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ, അങ്ങനെ എല്ലാം ഇതിൽ ഉൾപ്പെടും. ഇത് കണ്ടുപിടിക്കാൻ വെറും 3 സ്റ്റെപ്പുകളേ ഉള്ളൂ. ഒന്നാമത്തേത്, ഒരു നിശ്ചിത കാലയളവിലെ, ഉദാഹരണത്തിന് ഒരു മാസത്തെ നിങ്ങളുടെ എല്ലാ സെയിൽസ്, മാർക്കറ്റിംഗ് ചിലവുകളും കൂടി കൂട്ടുക. രണ്ടാമതായി, അതേ മാസത്തിൽ നിങ്ങൾക്ക് എത്ര പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടി എന്ന് എണ്ണുക. അവസാനം, ആകെ ചെലവിനെ പുതിയ കസ്റ്റമേഴ്സിന്റെ എണ്ണം കൊണ്ട് ഹരിക്കുക. അത്രയുള്ളൂ. ഇപ്പോ ഈ സ്ക്രീനിൽ കാണുന്നതാണ് അതിന്റെ ഫോർമുല. നിങ്ങളുടെ ആകെ സെയിൽസ്, മാർക്കറ്റിംഗ് ചിലവുകളെ പുതിയ കസ്റ്റമേഴ്സിന്റെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോ നിങ്ങൾക്ക് ഓരോ കസ്റ്റമറെയും നേടാനുള്ള ശരാശരി ചെലവ്, അതായത് CAC കിട്ടും. നമുക്കിതൊരു ഉദാഹരണം വെച്ച് നോക്കാം. നിങ്ങൾ ഒരു മാസം മാർക്കറ്റിംഗിനായി 50,000 രൂപ ചെലവഴിച്ചു എന്ന് കരുതുക. അതുവഴി നിങ്ങൾക്ക് 500 പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടി. അപ്പോൾ നിങ്ങളുടെ CAC എത്രയായിരിക്കും? 50,000 ഹരിക്കണം 500, അതായത് 100 രൂപ. ഓരോ കസ്റ്റമറെയും നേടാൻ നിങ്ങൾ 100 രൂപ ചെലവാക്കി എന്ന് സാരം. ശരി, അപ്പോൾ നമുക്കൊരു നമ്പർ കിട്ടിയല്ലേ? നമ്മുടെ ഉദാഹരണത്തിൽ അത് 100 രൂപയാണ്. പക്ഷേ ഈ 100 രൂപ എന്നത് നല്ലതാണോ മോശമാണോ? അതെങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുക? അടുത്തതായി നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. കാരണം ഈ നമ്പറിന് തനിയേ ഒരർത്ഥവുമില്ല. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: 100 രൂപ എന്ന ആ സംഖ്യയ്ക്ക് ഒറ്റയ്ക്ക് ഒരു വിലയുമില്ല. അതിന്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാകണമെങ്കിൽ അതിനെ മറ്റു ചില കാര്യങ്ങളുമായി നമ്മൾ താരതമ്യം ചെയ്യണം. ഇത് മനസ്സിലാക്കാനുള്ളൊരു വഴി നിങ്ങളുടെ അതേ ഇൻഡസ്ട്രിയിലുള്ള മറ്റ് ബിസിനസ്സുകളുടെ ശരാശരി CACയുമായി താരതമ്യം ചെയ്യുക എന്നതാണ്. ഈ ഉദാഹരണത്തിൽ നോക്കൂ, നിങ്ങളുടെ CAC 100 രൂപയും ഇൻഡസ്ട്രിയിലെ ശരാശരി 120 രൂപയുമാണ്. അതിന്റെ അർത്ഥം നിങ്ങൾ താരതമ്യേന കാര്യക്ഷമമായാണ് കസ്റ്റമേഴ്സിനെ നേടുന്നത് എന്നതാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട താരതമ്യം ഇതാണ്: കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ, അഥവാ CLV. CAC എന്നത് ഒരു കസ്റ്റമറെ നേടാൻ നിങ്ങൾ ചിലവഴിക്കുന്ന തുകയാണെങ്കിൽ, CLV എന്ന് പറയുന്നത് ആ കസ്റ്റമർ അവരുടെ ജീവിതകാലത്ത് നിങ്ങൾക്ക് തരുന്ന ആകെ ബിസിനസിന്റെ മൂല്യമാണ്. നിങ്ങൾ 100 രൂപ മുടക്കി നേടുന്ന കസ്റ്റമർ നിങ്ങൾക്ക് കാലക്രമേണ 400 രൂപയുടെ ബിസിനസ് തരുന്നുണ്ടെങ്കിൽ അതൊരു മികച്ച ഡീലല്ലേ? ഇവിടെയാണ് നമ്മൾ ഒരു സുവർണ നിയമത്തിലേക്കെത്തുന്നത്. ഒരു നല്ല ബിസിനസ് മോഡലിന് നിങ്ങളുടെ CLV, അതായത് ഒരു കസ്റ്റമറിൽ നിന്ന് കിട്ടുന്ന ആകെ മൂല്യം, അവരെ നേടാൻ ചിലവാക്കിയ തുകയുടെ, അതായത് CACയുടെ കുറഞ്ഞത് 3 ഇരട്ടിയെങ്കിലും ആയിരിക്കണം. ഇത് നിങ്ങളുടെ ബിസിനസ് ആരോഗ്യകരവും ലാഭകരവുമാണെന്ന് ഉറപ്പുവരുത്തും. അപ്പോ ഇനി നിങ്ങളുടെ CAC വളരെ കൂടുതലാണെങ്കിലോ, അല്ലെങ്കിൽ CLVയുമായുള്ള അനുപാതം കുറവാണെങ്കിലോ എന്ത് ചെയ്യും? പേടിക്കണ്ട. അടുത്തതായി ഈ CAC കുറച്ച് നിങ്ങളുടെ മാർക്കറ്റിംഗ് ചിലവുകൾ എങ്ങനെ കൂടുതൽ സ്മാർട്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് കളി മാറുന്നത്. എല്ലാ മാർക്കറ്റിംഗ് ചാനലുകൾക്കും ഒരേ ചെലവല്ല. ഈ പട്ടിക എന്ന് നോക്കൂ. പെയ്ഡ് പരസ്യങ്ങൾക്ക് 150 രൂപ ചെലവ് വരുമ്പോൾ റെഫറലുകൾക്ക് വെറും 40 രൂപയേ വരുന്നുള്ളൂ. എവിടെയാണ് നിങ്ങളുടെ പണം കൂടുതൽ ഫലം തരുന്നതെന്ന് ഇപ്പോൾ വ്യക്തമല്ലേ? അപ്പോൾ CAC എങ്ങനെ കുറയ്ക്കാം? SEO, റെഫറൽ പ്രോഗ്രാമുകൾ പോലെയുള്ള ചിലവ് കുറഞ്ഞ വഴികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വെബ്സൈറ്റിലെത്തുന്ന കൂടുതൽ പേരെ കസ്റ്റമർമാരാക്കി മാറ്റാൻ ശ്രമിക്കുക. ഏറ്റവും പ്രധാനമായി, നിങ്ങളുടെ സന്തോഷമുള്ള കസ്റ്റമർമാരെ തന്നെ നിങ്ങളുടെ പുതിയ സെയിൽസ് ടീമാക്കുക. സംതൃപ്തരായ ഉപഭോക്താക്കൾ വഴി പുതിയവർ വരുമ്പോൾ നിങ്ങളുടെ CAC സ്വാഭാവികമായും കുറയും.
ഇതൊരു തവണ മാത്രം ചെയ്യേണ്ട കാര്യമല്ല. ഒരു തവണ CAC കണ്ടുപിടിച്ച് അവിടെ നിർത്തിയാൽ പോരാ. നിങ്ങളുടെ ബിസിനസ്സിന് സുസ്ഥിരമായ വളർച്ച വേണമെങ്കിൽ CAC ട്രാക്ക് ചെയ്യുന്നതൊരു ശീലമാക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ബിസിനസ് ശരിയായ ദിശയിലാണോ പോകുന്നതെന്ന് ഉറപ്പാക്കാൻ ഒരു ഡോക്ടർ പൾസ് പരിശോധിക്കുന്ന പോലെ നിങ്ങളുടെ CAC കൃത്യമായ ഇടവേളകളിൽ അളക്കണം. അത് എല്ലാ മാസവുമാകാം, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴോ ആകാം. നിങ്ങളുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഫലം കാണുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. അവസാനമായി നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: നമ്മൾ കാര്യക്ഷമമായിട്ടാണോ ഉപഭോക്താക്കളെ നേടുന്നത്? നമ്മുടെ ഇപ്പോഴത്തെ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് വെച്ച് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനും വളർത്താനും സാധിക്കുമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളുടെ ബിസിനസിന്റെ ഭാവിയെ തന്നെ നിർണയിച്ചേക്കാം.